പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ മനുഷ്യന് കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും മാനസാന്തരം ചെയ്യുവാൻ സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും ദൈവത്തെ സ്തുതിക്കാറുമില്ല. ദൈവത്തോട് എതിർക്കാൻ നിങ്ങളുടെ ഹൃദയം കഠിനമാകുന്നതേ ഉള്ളൂ. ഈ കള്ളനെ നോക്കുവിന് അവനും അവന്റെ കഠിനമായിരിക്കുന്ന ദുസ്സഹമായിരിക്കുന്ന സമയത്ത് അവന്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ തള്ളിപ്പറയുക മാത്രമാണ് ചെയ്തത്. എന്നാൽ അതേ സ്വഭാവമുള്ള മറുഭാഗത്ത് കിടക്കുന്ന കള്ളൻ കണ്ടോ, അവനെ തന്നെ താഴ്ത്തി അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനൊരു കുറ്റക്കാരനാണല്ലോ, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ തെറ്റിലേക്ക് ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഇത് അവന്റെ ഹൃദയത്തെ താഴ്ത്തി. പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയം സൗമ്യത കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ദൈവം അവന് വെളിപ്പാട് കൊടുത്തു, സാരമില്ല, കണ്ടോ, നിന്റെ ചാരത്ത് കിടക്കുന്നവൻ നിന്റെ രക്ഷകനാണ്, നീ നിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നതെന്ന് നീ തന്നെത്താൻ സമ്മതിച്ചത് വഴി ഇതാ എന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നിന്റെ കണ്ണുകളെ ഞാൻ തിരിച്ചു തരാം. നോക്കിക്കേ, അവനിൽ നിന്റെ പാപമോചനമുണ്ട് കുഞ്ഞെ, അവനിൽ നിന്റെ രക്ഷയുണ്ട് കുഞ്ഞെ, അവനിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിച്ചു കൊള്ളുവിനെന്ന് ആ കള്ളനോട് ദൈവം വെളിപ്പാട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു കള്ളനെ തള്ളിക്കളയുകയും ഒരു കള്ളനെ സ്വീകരിക്കുകയും ചെയ്ത അനീതിയുള്ള ദൈവമല്ല. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾക്കൊത്ത് മാത്രമേ ദൈവം നമ്മളോട് കരുണ കാണിപ്പാൻ കഴിയത്തുള്ളൂ. അവനെ സ്നേഹിക്കുന്നവർക്ക് നിത്യജീവനും അവനെ തള്ളിക്കളയുന്നവർക്ക് നിത്യശിക്ഷാവിധിയും ദൈവത്തിനു മുമ്പിൽ ന്യായമല്ലയോ.